ഇതേ ഞാനൊരു പയർ ഒന്ന് പടർത്തി വിട്ടേക്കുവാണേ. ഒന്ന് മതിലിലോട്ടൊരു കമ്പൊക്കെ വെച്ചിട്ട് ഒന്ന് പടർത്തി വിട്ടേക്കുവാണ്. ഞാൻ കൂടുതൽ പയർ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും പയറിൻ്റെ ഇലയാണ് തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ പയറിൻ്റെ ഇല തോരൻ വയ്ക്കാനായിട്ട്. കിളുന്ത് ഇലയായാലും ശരി തന്നെ, ഇച്ചിരി മുറ്റിയതായാലും ശരി തന്നെ, ചീരയെക്കാട്ടിയും ടേസ്റ്റാണ് ഈ പയറിൻ്റെ ഇലയ്ക്ക്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഈ പയറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പയർ പറിച്ചതിന് ശേഷം അതിൻ്റെ ഇലകളെ നിങ്ങൾ വെട്ടി നശിപ്പിച്ച് കളയാതെ അത് തോരൻ വെക്കണം. ഭയങ്കര ടേസ്റ്റാണ്. ചീരയെക്കാട്ടിയും ഗുണവുമാണ്, വേറെ വലുതായിട്ട് വളവോ ഒന്നുമല്ല. അതുപോലെ തന്നെ മത്തൻ്റെ കുരുന്ന ഇലയും തോരൻ വയ്ക്കാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഞാനിതെല്ലാം വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് വയ്ക്കാനായിട്ട് ഞാൻ പറിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചുമ്മാ ഇരിക്കുന്ന സമയത്തല്ലേ, വെറുതെ ഇരിക്കുന്ന സമയത്ത് ഒരു 5-6 ചെറുപയർ ഒന്ന് നമ്മളൊരു ചരുവത്തിലോ ഒരു പാത്രത്തിലോ ഒരു ബക്കറ്റിലോ എന്തിലെങ്കിലും ഒന്ന് വെതറിയിട്ടാൽ അത് നല്ലവണ്ണം പൊടിച്ചു വന്ന് അതിൻ്റെ ഇല കിട്ടും. ചീരയെക്കാട്ടിയും പെട്ടെന്ന് നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ പയറില എന്ന് പറയുന്നത്. ഞാനിതാ കുറച്ച് ഒരു പയറിൻ്റെ കുറച്ച് ഇല ഞാൻ പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചുകൂടെ പറിച്ചെടുക്കണം. ഇന്ന് ഒരു തോരൻ പയറില കൊണ്ടാണ് തോരൻ വയ്ക്കാൻ പോകുന്നത്. പയറിലയും മത്തൻ്റെ ഇലയും കൂടെ വെച്ചിട്ടാണ് ഞാനിന്ന് തോരൻ വയ്ക്കാൻ പോകുന്നത്. ഈ തോരൻ വയ്ക്കുന്ന രീതി ഞാനൊരു വീഡിയോ ഇട്ട് തരാം. നാളെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്. ഞാൻ ഇതിന് മുമ്പും തോരൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ പയറില, മത്തൻ്റെ ഇല, അതുപോലെ തന്നെ ഉഴുന്നിൻ്റെ ഇല, നമ്മുടെ വീട്ടിലൊക്കെ ഈ ഉഴുന്നൊന്ന് കിളിർപ്പിക്കാനിട്ടിട്ട് ഒരു പഴയ ബക്കറ്റുകളും പാത്രങ്ങളും ഒക്കെ നമുക്ക് കാണുമല്ലോ, അതിലൊന്ന് കിളിർപ്പിക്കാനിട്ടിട്ട് അതൊന്ന് പൊടിച്ച് വന്ന് ഒരു 6-7 ഇല ആകുമ്പോൾ തന്നെ നമുക്ക് ചീര പോലെ അറുത്തെടുത്ത് ഇങ്ങനെ നമുക്ക് തോരൻ വയ്ക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്, നല്ല ഗുണവുമാണ്. അറിയാമല്ലോ, ഇതിൽ വേറെ വിഷാംശങ്ങളോ ഒന്നും അടങ്ങാത്തതാണ്. അപ്പോൾ തോരനൊക്കെ വയ്ക്കുന്നുവെങ്കിൽ നമുക്ക് ഒരു കറി ആക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ജോലിയൊന്നുമില്ല. 2 ചെറുപയറോ കുറച്ച് ഉഴുന്നോ ഇട്ട് ഒന്ന് പാകി മുളപ്പിച്ചെടുത്തിട്ട് ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഇല പറിച്ചെടുത്ത് തോരൻ വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് വിഷാംശം അടങ്ങിയ പച്ചക്കറികളിൽ നിന്ന് നമുക്കൊരു മോചനവും കിട്ടും. നമ്മളെ കുട്ടികൾക്ക് സമാധാനമായിട്ട് നമുക്കിത് കറിയായിട്ട് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. പയറില, ഉഴുന്നില, മത്തനില ഇതെല്ലാം ഉപയോഗിക്കുക. ഓക്കെ.